ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു മരമുണ്ട്. ആ മരത്തിൽ നിറയെ ചാമ്പയ്ക്ക ഉണ്ട് കേട്ടോ. ചാമ്പയ്ക്ക തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലും പറയുക, എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അല്ലെങ്കിലും നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അടുത്ത വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷ. അങ്ങനെ ഞാനിതാ ഈ ഒരു ചാമ്പ മരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ചാമ്പ ഇതാ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്തതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, പുതിയത് എടുക്കാനാണ് എൻ്റെ ശ്രമം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെറുക്കി ഞാനൊരു പെറുക്കിയാവാൻ മതി എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ ബാക്കിയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ ഇവിടെ ഒരു കൊച്ചു മുതലാളി എത്തിയത്. ഈ കാണുന്നത് നമ്മുടെ അച്ചു ആണ്. ഈ ചാമ്പ മരത്തിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ ചാമ്പേൻ്റെ കൊമ്പുകൾ നന്നായിട്ടൊന്ന് കുലുക്കിയപ്പോൾ ഒരുപാട് ചാമ്പയ്ക്ക് നിലത്ത് വീണു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ചാമ്പയ്ക്ക് അങ്ങനെ പെറുക്കിയെടുത്തു. എന്തായാലും ഒരുപാട് ചാമ്പയ്ക്ക് കിട്ടിയോണ്ട് നമുക്കിതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. ഈ ചാമ്പ ജാം ഉണ്ടാക്കാം, അതുപോലെ പിക്കിളൊക്കെ ഉണ്ടാക്കാമല്ലോ. ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കുറേ പേര് വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാമ്പയ്ക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ കഴിക്കാൻ കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഇനിയിപ്പോൾ പിക്കിളും അതുപോലെ നമ്മുടെ ജാമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നുമില്ല. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ ഗൈസ്. അങ്ങനെ ഞാനിതാ വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് എത്ര പറിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. രാവിലെ നീക്കുമ്പോൾ ഇവിടെ കുട്ടികളുടെ ഒരു ബഹളമായിരിക്കും കേട്ടോ. കാരണം എല്ലാവരും വന്ന് രാവിലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് ചാമ്പ പറിക്കുന്നത് കാണാം. ഈ 2 ദിവസം മുന്നെയാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ചാമ്പേൻ്റെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അതിനങ്ങനെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വെറും ചാമ്പയ്ക്കയും അതുപോലെ കുറച്ച് പഞ്ചസാരയും പിന്നെ അത്രമാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും ഉണ്ടാക്കി വെക്കാം. ഫൈനലി ഞാനതൊന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ. ഇത്രയെണ്ണം പെറുക്കിയെടുത്തിട്ട് ഞാൻ ഒന്നുപോലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു പുളിയും അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ട് കേട്ടോ. പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ മഴ കൊണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ചിലതിൽ പുഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ പൊളിച്ച് നോക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ചാമ്പ ഓരോന്നോരോന്നായി ഇപ്പം തന്നെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ഇവിടെ നട്ടതിന് ശേഷം ഏകദേശം 2 വർഷം കൊണ്ടാണ് കേട്ടോ അത് ഇത്രത്തോളം വലുതായത്. ഞാനും എൻ്റെ വീട്ടിൽ ചാമ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എന്തോ കാരണവശാൽ അത് ഉണ്ടായിട്ടില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ വീട്ടിലുണ്ടാവുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിലതൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇനി ഒന്നും കൂടെ ചാമ്പമരം നടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ചാമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇനി വല്ലാണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇനി ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയൊന്നും നോക്കാനില്ല, ഇത് പെട്ടെന്ന് കാലിയാവും. പണ്ടൊക്കെ ഇതേപോലെ തന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് മാങ്ങ പറിക്കാനും അതുപോലെ തന്നെ ചക്ക പറിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചാമ്പ പറിക്കാനും അതുപോലെ തന്നെ മാങ്ങ പറിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുക. ഇതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ.